ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓസ്ട്രേലിയയിലെ ഒരു പബ്ലിക് ലൈബ്രറി ഒന്ന് കണ്ടാലോ? ഞങ്ങൾ താമസിക്കുന്ന ഗോസ്ഫോർഡിലെ ഗോസ്ഫോർഡ് പബ്ലിക് ലൈബ്രറിയിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഓസ്ട്രേലിയയിലെ എല്ലാ പബ്ലിക് ലൈബ്രറീസും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ ആവശ്യകതയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് ഡിജിറ്റൽ ഡിവൈസസും മൊബൈൽ ഫോൺസും എല്ലാം അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് കുട്ടികളിലും. അതുകൊണ്ട് തന്നെ വായനാശീലം വളരെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഈ ലൈബ്രറിയിൽ കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യും, ബുക്കുകൾ ബോറോ ചെയ്യും. ലൈബ്രറിയിലെ വൈഡ് വെറൈറ്റി ഓഫ് ബുക്സ് കാണുമ്പോൾ അവർക്ക് കുറച്ച് റീഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വായോ, നമുക്ക് ഗോസ്ഫോർഡ് ലൈബ്രറിയിലെ അകത്ത കാഴ്ചകൾ ഒന്ന് കാണാം. ഇവിടെ വരുന്നവർക്ക് ഇരുന്ന് വായിക്കാനായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇരുന്ന് വായിക്കാനായിട്ട് നല്ല കംഫി ചെയേഴ്സും അവരെ എല്ലാ കോർണേഴ്സിലും ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളെപ്പോൾ എന്ത് ചോദിച്ചാലും അവർ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ബുക്ക് എടുക്കുക എന്നത് മാത്രമല്ല, ഇവിടെ വേറെയും സർവീസസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് GP അറ്റസ്റ്റേഷനാണ്. അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് GP നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ്യിക്കാനായിട്ട് പ്രത്യേക സമയങ്ങളിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ചിൽഡ്രൻ പ്രോഗ്രാംസും അഡൾട്ട് പ്രോഗ്രാംസും പലതരത്തിലുള്ള സർവീസസും ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് സ്റ്റോറി ടൈം ഉണ്ട്. അപ്പോൾ സ്റ്റാഫ് കുറച്ച് സമയം കുട്ടികളുമായിട്ട് കോൺവെർസേഷനും സ്റ്റോറി ബുക്സ് വായിക്കലും പാട്ടുകളും ഡാൻസും ഒക്കെ ആയിട്ട് 1 മണിക്കൂർ, അതും ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഓരോ ദിവസങ്ങളിൽ. ഞാൻ എൻ്റെ ഇളയ മോളുമായിട്ട് എല്ലാ ആഴ്ചയിലും ഈ സ്റ്റോറി ടൈമിന് വരാറുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ലെഗോ ക്ലബ്ബും നടത്തുന്നുണ്ട്. ഇവിടെ ഫ്രീ കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. പിന്നെ ലോ കോസ്റ്റിൽ പ്രിൻ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. അവർക്ക് ഇരുന്ന് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കുറച്ച് ടേബിളും ചെയേഴ്സും ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെയാണ് സ്റ്റോറി ടൈം എല്ലാം നടക്കുന്നത്. റീഡ് ആൻഡ് ഗ്രോ എന്ന് കാണുമ്പോൾ എപ്പോഴും ഞാൻ കുഞ്ഞുണ്ണി മാഷിനെയാണ് ഓർക്കാറുള്ളത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടില്ലേ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വളരും, വായിക്കാതെ വളർന്നാൽ വളയും. എന്ത് അർത്ഥവത്തായ കാര്യമാണല്ലേ. നമ്മുടെ കുട്ടികളും വായിച്ചു വളരട്ടെ. Alright, so we'll start with our good morning song. So we always sing if you're happy and you know it. So we will start with if you're happy and you know it, clap your hands. And if you're happy and you know it, say yeehaw. Yeehaw. And if you're happy and you know it, wave hello. Hello. Are we ready? If you're happy and you know it, clap your hands. If you're happy and you know it, the Banksia trees. Can you find us? 1, 2, 3, 4, 5, 6, 7, 8, 9, and where's number 10? Alright, whose turn is it next? Is that your turn?
ഇത് പലപ്പോഴായിട്ട് ഞങ്ങൾ സിയാനയുടെ സ്റ്റോറി ടൈമിന് വന്നപ്പോൾ എടുത്ത വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. ഈ മരത്തിന് ഇന്ന് ഇവരൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോവുകയാണ്. ഒരു കിളിക്കൂടാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റി എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുള്ള ബുക്കൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ലൈബ്രറി മെമ്പർഷിപ്പ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നതും ബോറോ ചെയ്യുന്നതും റിട്ടേൺ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആപ്പ് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതുവഴി നമുക്ക് ബുക്സ് ഏതൊക്കെയാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ് റിട്ടേൺ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞി ലൈബ്രറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.